യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. നമഃ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. സൂതൻ കഥ തുടരുന്നു. ഭീഷ്മരുടെ ശരീരത്യാഗത്തിന് ശേഷം യുധിഷ്ഠിരൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. ഭഗവാൻ ശ്രീകൃഷ്ണൻ സുഹൃത്തുക്കളായ പാണ്ഡുനന്ദനന്മാരുടെയും സഹോദരിയായ സുഭദ്രയുടെയും ദുഃഖങ്ങളെ നീക്കി അവർക്ക് സന്തോഷമുണ്ടാക്കുന്നതിനു വേണ്ടി ഹസ്തിനാപുരത്തിൽ തന്നെ കുറച്ചുകാലം താമസിച്ചു. അതിനുശേഷം കൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങുവാൻ തീരുമാനിക്കുന്നു. ഭഗവാൻ പറഞ്ഞു, എൻ്റെ കടമ നിർവഹിച്ചതുകൊണ്ടും എൻ്റെ ഉദ്ദേശം സഫലമായതുകൊണ്ടും ദ്വാരകയിലേക്ക് എനിക്ക് മടങ്ങേണ്ടതുണ്ട്. ദ്വാരക വിട്ടിട്ട് കുറേ കാലമായി. കുറച്ചു കാലത്തേക്കാണെങ്കിലും ഞാനും സാത്യകിയും അവിടേക്ക് പോകേണ്ടതുണ്ട്. മാതാപിതാക്കളെയും മറ്റ് ദ്വാരകാവാസികളെയും കാണേണ്ട സമയമായിരിക്കുന്നു. കൃഷ്ണന്റെ ദ്വാരകായാത്രയ്ക്കുള്ള ഒരുക്കത്തെപ്പറ്റി കേട്ട അഭിമന്യുവിൻ്റെ പത്നിയായ ഉത്തര കൃഷ്ണന്റെ അടുത്തേക്ക് ഓടിയെത്തി. അവൾ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ടും കൃഷ്ണന്റെ കാൽ പിടിച്ച് കരഞ്ഞുകൊണ്ടും ഇങ്ങനെ പറഞ്ഞു: ഹേ കൃഷ്ണ, അങ്ങ് ഈ ജഗത്തിന്റെ നാഥനാണ്. എന്നെ സഹായിക്കാൻ അങ്ങേക്കേ കഴിയൂ. ഞാൻ വലിയ ആപത്തിൽപ്പെട്ടിരിക്കുന്നു. എപ്പോഴും അഗ്നിപ്രകാശം ജ്വലിക്കുന്നതും വളരെ പ്രബലമായതുമായ ഒരു വസ്തു എന്നെ അനുഗമിക്കുന്നു. എൻ്റെ പ്രാണനാഥൻ യുദ്ധത്തിൽ വീരസ്വർഗം പ്രാപിച്ചതു മുതൽ ജീവിതം വ്യർത്ഥമായി തോന്നുന്ന എനിക്ക് ഇനി ഒട്ടും തന്നെ ജീവിക്കണമെന്ന് തോന്നുന്നില്ല. കൃഷ്ണ, അങ്ങയുടെ ഭാഗ്യനേയനായ അഭിമന്യുവിൻ്റെ പ്രജ എൻ്റെ ഗർഭത്തിലുണ്ട്. പൗരവ സിംഹാസനത്തിന് ഏക സ്വത്ത് ഈ ഗർഭസ്ഥ ശിശുവാണ്. ഈ തേജസ് ആ ശിശുവിനെ നശിപ്പിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കൃഷ്ണ, അതിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചാലും. കൃഷ്ണൻ ചിന്തിച്ചു നോക്കിയപ്പോൾ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം അയച്ച ആ ദിവസം ഓർമ്മ വന്നു. അസ്ത്രം വിട്ടപ്പോൾ ആ ബ്രാഹ്മണൻ പ്രാർത്ഥിച്ചത് ലോകത്തിൽ പാണ്ഡവ വംശം ഇല്ലാതാവട്ടെ എന്നാണ്. അസ്ത്രം പിൻവലിക്കാനാവാതെ വന്നപ്പോൾ പാണ്ഡവ വംശത്തിൽ ജനിക്കാനിരിക്കുന്ന കുട്ടികളെ ഉന്നമാക്കുകയാണ് ഉണ്ടായത്. കൃഷ്ണൻ ഉത്തരയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ കുട്ടി, കരയേണ്ട. അഭിമന്യുവിനെ പോലൊരു കുട്ടി നിനക്കുണ്ടാകുമെന്ന് ഞാൻ ശപഥം ചെയ്യുന്നു. നിന്നിൽ നിന്ന് ആ കുട്ടി ജനിക്കും വരെ ഞാൻ ഇവിടെ താമസിക്കുന്നുണ്ട്. നിന്നെ രക്ഷിക്കാൻ ഞാൻ ഇവിടെയുണ്ട്. നിന്നെയും നിന്റെ പ്രജയെയും ഭയപ്പെടുത്തുന്ന ആ അഗ്നിയെപ്പറ്റി നീ വിചാരപ്പെടേണ്ട. ഞാൻ അതിൽ നിന്ന് നിന്നെ രക്ഷിച്ചുകൊള്ളാം. തൻ്റെ മായാശക്തി കൊണ്ട് കൃഷ്ണൻ ഉത്തരയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ കൊല്ലാനായി അശ്വത്ഥാമാവ് വിട്ട അസ്ത്രം അവളുടെ ഗർഭത്തിൽ പ്രവേശിച്ചപ്പോൾ കൃഷ്ണന്റെ ദിവ്യരൂപം അവിടെയുണ്ട്. ആ ദിവ്യ സ്വരൂപം അസ്ത്രത്തോട് യുദ്ധം ചെയ്ത് അതിനെ പരാജയപ്പെടുത്തി. ആ ശിശു അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ അസ്ത്രത്തിൽ നിന്ന് അദ്ഭുതമായ ഒരു പ്രകാശ വസ്തു കണ്ടു. ആ സ്വരൂപം ഒരു തള്ളവിരലിനോളം വലിപ്പമുള്ളതായിരുന്നു. തലയിൽ ഒരു പൊൻകിരീടമുണ്ട്. ദേഹം നീലവർണമായിരുന്നു. വളകളണിഞ്ഞ 4 നീണ്ട കൈകൾ കണ്ടു. കാതിലെ കുണ്ഡലങ്ങൾ സ്വർണാഭമായ അഗ്നിപ്രകാശം പോലെ ശോഭിച്ചിരുന്നു. കണ്ണുകൾ കോപത്താൽ എന്നവണ്ണം തുടുത്തിരുന്നു. കയ്യിൽ ഒരു ഗദയുണ്ട്. അത് വീശുമ്പോൾ പന്തം കത്തും പോലെ അഗ്നിജ്വാല സ്ഫുരിച്ചിരുന്നു. ആ സ്വരൂപം ശിശുവിന് ചുറ്റും ഇടവിടാതെ നടന്ന് അസ്ത്രത്തെയും അതിൽ നിന്ന് പുറപ്പെടുന്ന അഗ്നിയെയും തടുത്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആ സ്വരൂപം ഉത്തരയുടെ ഗർഭത്തിൽ വസിച്ച് അവസാനം ആ ബ്രഹ്മാസ്ത്രത്തിന്റെ ശക്തിയെ കീഴടക്കി. അപ്പോഴേക്കും പൂർണ്ണ വളർച്ച പ്രാപിച്ചിരുന്ന ആ ഗർഭസ്ഥ ശിശു നോക്കിക്കൊണ്ടിരിക്കവേ തന്നെ ആ സ്വരൂപം അവിടെ നിന്ന് മറയുകയും ചെയ്തു. അഭിമന്യുവിൻ്റെ പുത്രൻ ഭൂജാതനായി. ഹസ്തിനാപുരമാകെ ആഹ്ലാദത്തിലാറാടി. പൗരവ സിംഹാസനത്താൽ പ്രദാനം ചെയ്യപ്പെട്ടവനും സാക്ഷാത് മഹാവിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവനുമായതിനാൽ ആ കുട്ടിക്ക് വിഷ്ണുരാധൻ എന്ന് പേരിടപ്പെട്ടു. മഞ്ഞപ്പട്ടും അതിസുന്ദരവുമായ കണ്ഠമാലയും
കയ്യിൽ ഗദയുമായി എന്നെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ അത്ഭുതാകാരൻ ആരായിരിക്കും അത് എന്ന് അമ്മയുടെ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ വിഷ്ണു സ്വരൂപത്തെ നോക്കി സ്വയം ചോദിച്ചു. അങ്ങനെ ചോദിച്ചു വന്നതുകൊണ്ട് കൃഷ്ണൻ ആ കുട്ടിയെ പരീക്ഷിത് എന്ന് വിളിച്ചു. ആ ശിശു ഭൂജാതനാകും മുൻപേ തന്നെ ഭഗവത് സ്വരൂപത്തെക്കുറിച്ച് അത്ഭുതം എന്ന് പറയാം ആരാഞ്ഞുകൊണ്ടേയിരുന്നു. പരീക്ഷിത്തിന്റെ ജനനത്താൽ ഉളവായ പരിഭ്രാന്തിയൊക്കെ ശമിച്ച് നഗരിയും യുധിഷ്ഠിരന്റെ കൊട്ടാരവും സാധാരണ നിലയിലായി വരികയായിരുന്നു. എങ്കിലും അവർക്കൊന്നും സുഖകരമല്ലാത്ത ഒരു കാര്യം നിർവഹിക്കാനുണ്ടെന്ന് കൃഷ്ണൻ അറിയാം. താൻ ദ്വാരകയിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നു എന്ന് അവരോട് പറയേണ്ടതുണ്ട്. അവർക്ക് തന്നിലുള്ള സ്നേഹാധിക്യം നിമിത്തം അവർ തൻ്റെ യാത്രയ്ക്ക് അനുകൂലമാവില്ല എന്ന് കൃഷ്ണൻ അറിയാം. കൃഷ്ണൻ അവരെയും അതുപോലെ സ്നേഹിച്ചിരുന്നുവെങ്കിലും പോകാതെ തരമില്ലല്ലോ. കൃഷ്ണൻ സഹോദരി സുഭദ്രയോടും ദ്രൗപദിയോടും അന്ധനായ ധൃതരാഷ്ട്ര മഹാരാജാവിനോടും തപസ്വിനിയായ ധൃതരാഷ്ട്ര പത്നി ഗാന്ധാരിയോടും പാണ്ഡവന്മാരോടും മറ്റെല്ലാവരോടും പ്രത്യേകം യാത്ര ചോദിച്ചു. അദ്ദേഹത്തോടുള്ള വേർപാട് അവർക്ക് അസഹ്യമായിരുന്നു. വളരെ മനമില്ലാ മനസ്സോടെ യുധിഷ്ഠിരൻ അദ്ദേഹത്തെ യാത്രയാക്കി. കൃഷ്ണൻ കുന്തിയുടെ ഗൃഹത്തിലേക്ക് പോയി അവളുടെ കാൽക്കൽ വീണ് ഇപ്രകാരം പറഞ്ഞു: എനിക്ക് ആശീർവാദം തരിക, ഞാൻ ദ്വാരകയിലേക്ക് പോവുകയാണ്. കുന്തി ദുഃഖത്താൽ ഗദ്ഗദം പൂണ്ട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ സഹോദരപുത്രനായ കൃഷ്ണനായിട്ട് തന്നെ എൻ്റെ കൺമുൻപിൽ കളിക്കുന്നു. കൃഷ്ണ, ഞാൻ ഒരജ്ഞയാണ്. ഞാൻ വേദം പഠിച്ചിട്ടില്ല, ബ്രഹ്മവിദ്യ ഉപാസിച്ചിട്ടുമില്ല. പക്ഷേ എനിക്കൊരു സത്യമറിയാം. കൃഷ്ണൻ ജഗന്നിയന്താവായ ഈശ്വരനാണെന്ന്. ഞാൻ കൃഷ്ണനെ വന്ദിക്കുന്നു. കൃഷ്ണൻ ശാശ്വതമായ സത്യമാണ്, സ്രഷ്ടാവാണ്, ആദിപുരുഷനാണ്. പ്രകൃതിയെ നടത്തുന്നതും അങ്ങ് തന്നെയാണ്. പഞ്ചഭൂതാത്മകമായ ഈ ജഗത്താസകലം നിറഞ്ഞു നിൽക്കുന്ന ശക്തിയും അങ്ങ് തന്നെയാണ്. സകല ചരാചരങ്ങളിലുമുള്ള അങ്ങയുടെ സാന്നിധ്യം മായയാകുന്ന മറ കാരണം ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. പഞ്ചേന്ദ്രിയങ്ങൾ അങ്ങാണ്. പഞ്ചേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതും അങ്ങാണ്. ആ പ്രവൃത്തിയുടെ പിന്നിലുള്ള മഹത് തത്വവും അങ്ങാണ്. അങ്ങയെ നമസ്കരിക്കാനേ എനിക്ക് കഴിയൂ. അജ്ഞയായ ഒരുവൾ എന്ന നിലയിൽ അങ്ങയോട് പ്രാർത്ഥിക്കേണ്ട വിധം തന്നെ എങ്ങനെയെന്ന് എനിക്കറിയില്ല. വിനീതമായി ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. എപ്രകാരം ഒരു നടൻ തൻ്റെ സാമർഥ്യത്താൽ കഥാപാത്രത്തോട് സാത്മ്യം പ്രാപിക്കുന്നുവോ അപ്രകാരം അങ്ങ് കൃഷ്ണന്റെ വേഷം സമർത്ഥമായി നടിച്ചിരിക്കുന്നു. അങ്ങയുടെ സത്യസ്ഥിതി എല്ലാവർക്കും അറിയില്ല. ഞാൻ എന്നും എൻ്റേതെന്നുമുള്ള മമതാബന്ധത്താൽ വ്യാമോഹിതരായവർക്ക് അങ്ങ് അദൃശ്യനാണ്. നിസ്വാർത്ഥമായ യോഗികൾക്കും ബ്രഹ്മജ്ഞാനികൾക്കും വികാരങ്ങൾക്കടിമപ്പെടാത്തവർക്കും കൂടി അങ്ങയെ കാണാൻ സാധ്യമല്ല. സ്ഥിതിഗതികൾ അങ്ങനെയിരിക്കുമ്പോൾ ഭക്തിയോഗം പോലും എന്തെന്നറിയാത്ത വിദ്യാവിഹീനകളായ ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് അങ്ങയെ എങ്ങനെ അറിയാൻ കഴിയും? എനിക്കങ്ങ് ദേവകി വസുദേവപുത്രനോ യശോദാനന്ദപുത്രനോ ആണ്. അങ്ങ് വൃന്ദാവനത്തിൽ പശുക്കളെ മേയ്ക്കുന്ന പശുപാലനാണ്. എന്നാൽ അങ്ങ് മാറത്ത് ശ്രീവത്സം എന്ന മറുകുള്ള സാക്ഷാത് ശ്രീ നാരായണനാണെന്ന് എനിക്കറിയാം. വളരെ കാലം മുൻപ് അങ്ങ് കംസനെ കൊന്ന ശേഷം അങ്ങയുടെ അമ്മയായ ദേവകിയെ കാരാഗൃഹത്തിൽ നിന്നും മോചിപ്പിച്ചു. അപ്രകാരം തന്നെ പലവിധ ദുഃഖത്തിൽ നിന്നും പലപ്പോഴും എന്നെയും വിമുക്തയാക്കിയിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് സ്വരാജ്യം വീണ്ടു കിട്ടിയത് അങ്ങ് ഹേതുവായിട്ടാണ്. അങ്ങ് ഞങ്ങളുടെ രക്ഷകനാണ്. ആപത്ത് വന്നപ്പോഴൊക്കെ ഞങ്ങളുടെ രക്ഷയ്ക്കെത്തിയിട്ടുമുണ്ട്. ഏറ്റവും ബുദ്ധിമാന്മാർക്കും അങ്ങയെ അറിയുവാൻ സാധ്യമല്ല. കേവലം ഒരു മനുഷ്യന്റെ രൂപവും നാമവും ധരിച്ച് അങ്ങ് ഞങ്ങളോടൊന്നിച്ചു വസിക്കുന്നു. അത് ഞങ്ങളുടെ മഹാഭാഗ്യമെന്നേ പറയേണ്ടു. ഞങ്ങൾക്ക് കഷ്ടപ്പാട് ആരംഭിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അങ്ങയുടെ ദർശനം ഞങ്ങൾക്കുണ്ടാകാറുണ്ട്. അങ്ങ് ഞങ്ങളെ അത്രയ്ക്ക് സ്നേഹിച്ചിട്ടുണ്ട്. ക്ഷമിക്കണേ കൃഷ്ണ, അങ്ങയിൽ നിന്ന് ഒരു വരം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് ഇതാണ്: ഞങ്ങളിൽ നിന്ന് ആപത്ത് ഒഴിയരുതേ. ഇനിയും ദുഃഖങ്ങൾ തന്നാലും അങ്ങെപ്പോഴും ഞങ്ങളുടെ അടുത്തുണ്ടാവാൻ അതാണ് സുഗമമായ മാർഗം. ഞങ്ങൾ ദുഃഖിതരാണെങ്കിൽ, ആപത്തിൽപ്പെട്ടവരാണെങ്കിൽ അങ്ങ് തീർച്ചയായും ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. ഉത്കൃഷ്ട കുലജാതനും ധനികനും
പണ്ഡിതനെങ്കിലും കനകം മൂലം സ്വാർത്ഥം നിലനിർത്തി പോരുന്നവനുമായ ഒരാൾക്ക് അങ്ങയുടെ നാമം ഉച്ചരിക്കാനോ അങ്ങയെ സമീപിക്കാനോ സാധിക്കുകയില്ല. എന്നിട്ടും അങ്ങയുടെ ദയാദാക്ഷിണ്യങ്ങൾക്ക് പാത്രീഭൂതനാവാൻ ഇങ്ങനെയുള്ളവനും സാധിക്കുന്നത് അങ്ങയുടെ കൃപാകടാക്ഷം തന്നെയാണ്. സർവശക്തനായ അങ്ങയെ ഞാൻ വന്ദിക്കുന്നു. ജഗത്തിന്റെ കാരണനും അകാരണനും ആദിയും അന്തവുമില്ലാതെ നീങ്ങുന്ന കാലത്തിന്റെ അധിപനും അങ്ങാണ്. മനുഷ്യരുടെ ഇടയിൽ ഈ ലോകത്തിൽ ജനിക്കണമെന്ന് അങ്ങേക്കെങ്ങനെ മോഹമുണ്ടായി? മലയപർവ്വതത്തിന്റെ അടിവാരത്തിൽ വളരുന്ന ചന്ദനമരത്തിന്റെ ഗന്ധത്തെ കാറ്റ് എന്ന പോലെ യുധിഷ്ഠിരന്റെ കീർത്തി ലോകത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി അങ്ങ് യദുകുലത്തിൽ ജനിച്ചതാണ് എന്ന് ചിലർ പറയുന്നു. സുതപസ് എന്നും പൃഷ്ണി എന്നും പേരുള്ള ദമ്പതിമാരോട് വാഗ്ദാനം ചെയ്തതനുസരിച്ച് ദേവകി വസുദേവപുത്രനായി ജനിച്ചതാണെന്ന് മറ്റു ചിലർ പറയുന്നു. ഭൂമിഭാരം സഹിക്കവയ്യാതെ നാശഗർത്തത്തിൽ വീഴുന്നതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ബ്രഹ്മാവിന്റെ അപേക്ഷയനുസരിച്ച് ഭൂമിയിൽ പിറന്നതാണെന്നും വേറെ ചിലർ പറയുന്നു. അപരിമേയ ബ്രഹ്മം ഇങ്ങനെ ഒരു രൂപവും നാമവും സ്വീകരിച്ചത് എന്തിനാണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഒന്നു മാത്രം അറിയാം: നിസ്സാരന്മാരായ മനുഷ്യരെ ശല്യപ്പെടുത്തുന്ന സുഖദുഃഖങ്ങളിൽ നിന്ന് അതീതനാണ് അങ്ങ്. അങ്ങേക്ക് ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഇല്ല. ആരോടും അങ്ങേക്ക് പ്രത്യേകതകളില്ല. ആരെയും അങ്ങ് വെറുക്കുന്നുമില്ല. ഇഷ്ടാനിഷ്ടങ്ങളുടെ കെണിയിൽപ്പെട്ട ഒരാൾക്കും അങ്ങയുടെ ജന്മോദ്ദേശം അറിയുവാൻ കഴിയുകയില്ല. അങ്ങയുടെ ജന്മോദ്ദേശം എന്താണെന്നറിയാൻ അവർക്ക് ഒരിക്കലും സാധിക്കുകയില്ല. കൃഷ്ണ, അങ്ങ് ഞങ്ങളുടെ ഇടയിൽ നിന്ന് പോയാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഇന്ദ്രിയങ്ങളുടെ പുറകിലുള്ള ചൈതന്യമാകുന്ന പ്രകാശമറ്റാൽ അവ എങ്ങനെ പ്രവർത്തിക്കും? അങ്ങയാൽ ശിക്ഷിതമായ മനസ്സിന് മറ്റെന്തിനെ പറ്റി ചിന്തിക്കാൻ കഴിയും? ഹേ കൃഷ്ണ, തടസ്സങ്ങൾ അവഗണിച്ച് ഏക ലക്ഷ്യത്തോടെ ഗംഗാനദി എപ്രകാരം സമുദ്രത്തിൽ വന്നു ചേരുന്നുവോ അപ്രകാരം എൻ്റെ മനസ്സ് അങ്ങയിൽ തന്നെ കുലുക്കമില്ലാതെ ഉറച്ചു നിൽക്കാനും സദാസമയവും അങ്ങയെ പറ്റിയുള്ള ചിന്ത മാത്രം എന്നിൽ ഉണ്ടാകുവാനും എന്നെ അനുഗ്രഹിച്ചാലും. നിതാന്ത സുന്ദരമായ ഒരു മൃദുമന്ദഹാസത്തോടുകൂടി കൃഷ്ണൻ കുന്തിയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞു. അനന്തരം കൃഷ്ണൻ രാജസന്നിധിയിലേക്ക് പോയി. അവിടെ യുധിഷ്ഠിരനും സഹോദരന്മാരും തൻ്റെ ആസന്നമായ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്നത് കണ്ടു. കൊട്ടാരവാതിൽക്കൽ രഥം കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. അർജുനൻ രഥത്തിൽ കയറി നിന്ന് കൃഷ്ണന്റെ ശിരസിനു നേരെ വെൺകൊറ്റക്കുട പിടിച്ചു. ഉദ്ധവനും സാത്യകിയും വെൺചാമരം വീശി. യുധിഷ്ഠിരനും ഭീമനും നകുല സഹദേവന്മാരും രഥത്തിന്റെ ഇരുഭാഗവും നടന്നു. എല്ലാവർക്കും പ്രിയങ്കരനായ കൃഷ്ണനെ യാത്രയാക്കാൻ വേണ്ടി നഗരം ആബാലവൃദ്ധം തെരുവിൽ നിരന്നു. താമസിയാതെ അവർ നഗരാതിർത്തിയിൽ എത്തുകയും കൃഷ്ണൻ വളരെ പ്രയാസപ്പെട്ട് തൻ്റെ സ്നേഹിതന്മാരോട് താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങാൻ നിർബന്ധിക്കുകയും ചെയ്തു. ദാരുകൻ കുതിരകളെ കടിഞ്ഞാൺ വലിച്ച് പ്രോത്സാഹിപ്പിച്ചു. താമസിയാതെ കൃഷ്ണന്റെ രഥം ചക്രവാളത്തിൽ ഒരു ബിന്ദു മാത്രമായി കാണപ്പെട്ടു. ആ 5 സോദരന്മാരും വളരെ നേരം തേര് അപ്രത്യക്ഷമായ സ്ഥാനം നോക്കിക്കൊണ്ട് നിന്ന നിൽപ്പിൽ തന്നെ അങ്ങനെ നിന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.